ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 ജൂലൈ 28 മുതൽ സെപ്റ്റംബർ 13 വരെ രണ്ട് പാപഗ്രഹങ്ങളായ ശനിയും ചൊവ്വയും പരസ്പരം 7-ാം ഭാവത്തിൽ ദൃഷ്ടി ഊന്നി നിൽക്കുന്ന സമയമാണ്. 2025 ജൂലൈ 13 മുതൽ ശനി മീനൻ രാശിയിൽ വക്രഗതിയിലും ജൂലൈ 28 മുതൽ ചൊവ്വ ശനി നിൽക്കുന്ന രാശിയുടെ 7-ാം ഭാവവും തൻ്റെ ശത്രുക്ഷേത്രവുമായ കന്നിരാശിയിലും സഞ്ചരിക്കുന്നു. 2025 സെപ്റ്റംബർ 13 ചൊവ്വ തുലാം രാശിയിലേക്ക് സംക്രമിക്കുന്നതോടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കുന്നു. വ്യാഴം, ശുക്രൻ, ബുധൻ എന്നീ ശുഭഗ്രഹങ്ങളുമായി ശനിക്കും ചൊവ്വയ്ക്കും യോഗമോ ദൃഷ്ടിയോ ലഭിക്കുന്നില്ല എന്നതും പാപഗ്രഹമായ ശനിയും ചൊവ്വയും പരസ്പരം ദൃഷ്ടി ചെയ്യുന്നതിനാലും ഈ കാലയളവിൽ ഈ ഗ്രഹങ്ങളുടെ ക്രൗര്യം വർദ്ധിക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിൽ ആണെങ്കിൽ ഏറെ അനുകൂലവും അല്ല എങ്കിൽ കൂടുതൽ പ്രതികൂലം ആയ ഫലങ്ങൾ ആയിരിക്കും അനുഭവത്തിൽ വരുന്നത്. പൊതുവെ പാപഗ്രഹങ്ങൾ 3, 6, 11 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോഴാണ് കൂടുതൽ ഗുണദാതാവ് ആകുന്നത്. ഈ വസ്തുതകൾ മുൻനിർത്തി മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകളിൽ ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകാർക്കും ശനിയും ചൊവ്വയും നേർക്കുനേർ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന ഫലങ്ങൾ ആണ് ഇവിടെ പരിശോധിക്കുന്നത്. അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യ കാൽഭാഗവുമടങ്ങിയ മേടക്കൂറുകാർക്ക് ചൊവ്വ 6-ാം ഭാവത്തിലും ശനി 12-ാം ഭാവത്തിലും ആണ് സഞ്ചരിക്കുന്നത്. 6-ാം ഭാവത്തിലെ ചൊവ്വ പല നേട്ടങ്ങളും സമ്മാനിക്കും. രാഷ്ട്രീയത്തിൽ വിജയവും പൊതുരംഗത്ത് അംഗീകാരവും ലഭിക്കും. ആത്മശക്തി വർദ്ധിക്കും. ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും. വ്യക്തിത്വം ഊർജ്ജസ്വലമാകും. ജീവിത നിലവാരം ഉയരുന്നതാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും കാലോചിതമായി മാറുവാനും സാധിക്കുന്നതാണ്. ബാങ്ക് വായ്പകൾ വേഗത്തിൽ ലഭിക്കും. സന്താനങ്ങളുടെ പഠന മികവിൽ സന്തോഷം ഉണ്ടാകും. വസ്തു കച്ചവടത്തിൽ കരുതിയതിലും കൂടുതൽ ലാഭം വരുന്നതാണ്. ശത്രുക്കളുടെ ദുഷ്ടലാക്കോടെയുള്ള പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുവാൻ കഴിയും. പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം നേരിടുവാൻ കഴിയുന്നതാണ്. ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. പുതിയ വീട്, വാഹനം എന്നിവ വാങ്ങുവാൻ സാധിക്കും. കൃഷിയിൽ നിന്നുമുള്ള ആദായം വർദ്ധിക്കും. കുടുംബബന്ധം കൂടുതൽ ഊഷ്മളമാകും. കടബാധ്യതകൾ പരിഹരിക്കാൻ വഴി തെളിയുന്നതാണ്. കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി അനുകൂല അന്തരീക്ഷമാണ്. നീണ്ടുപോയ വ്യവഹാരങ്ങൾക്ക് നല്ല പരിസമാപ്തി ഉണ്ടാകും. കച്ചവട രംഗം പുഷ്ടിപ്പെടും. ശനി 12-ാം ഭാവത്തിൽ ആണ് സഞ്ചരിക്കുന്നത്. 11-ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ 12-ാം ഭാവത്തിലെ ശനിയുടെ ദോഷങ്ങളെ 11-ാം ഭാവത്തിലെ രാഹു പ്രതിരോധിക്കുന്നതാണ്. രഹസ്യമായും പരസ്യമായും അനുഭവപ്പെട്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും കുറേയൊക്കെ പരിഹാരം ആകും. വ്യവഹാരങ്ങളിലോ നിയമപ്രശ്നങ്ങളിലോ അകപ്പെട്ടവർക്ക് ആശ്വസിക്കുവാൻ കഴിയും. കാര്യസാധ്യം അല്പം കൂടി സുഗമമാകും. വീട് വിട്ട് നിൽക്കേണ്ടി വന്നവർക്ക് കുടുംബത്തോടൊപ്പം ചേരുവാൻ സാധിക്കും. രോഗികൾക്ക് ചികിത്സകൾ ഫലം കണ്ടു തുടങ്ങും. ദൂരയാത്രകളും അന്യദേശവാസവും ഉണ്ടായേക്കാം. വിദേശ പഠനം, വിദേശത്ത് തൊഴിൽ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. അപരിചിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടേണ്ടി വന്നേക്കാം. വലിയ വലിയ ചെലവുകൾക്കും സാധ്യതയുണ്ട്. ന്യായമായ കാര്യങ്ങൾക്ക് പോലും ചെലവ് വർദ്ധിക്കുന്നതാണ്. സന്താനങ്ങളുടെ വിവാഹാദികൾ മൂലം കടം വരാനുള്ള സാധ്യതയും ഉണ്ട്. യുവജനങ്ങൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാൻ കഴിയും. സന്താനഭാഗ്യം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ഉണ്ടാകും.
കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരം ആദ്യ പകുതിയും അടങ്ങിയ ഇടവക്കൂറുകാർക്ക് ശനി 11-ാം ഭാവത്തിലും ചൊവ്വ 5-ാം ഭാവത്തിലും ആണ് സഞ്ചരിക്കുന്നത്. 11-ാം ഭാവത്തിലെ ശനി സമസ്ത മേഖലകളിലും കൂടുതൽ നേട്ടങ്ങൾ ആർജിക്കുവാൻ വഴിയൊരുക്കും. ആഗ്രഹങ്ങൾ സഫലമാവുകയും ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യും. വിവാഹകാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും. രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് രോഗശാന്തി ഉണ്ടാവുകയും ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും. പൂർവിക സ്വത്തുകൾ അനുഭവത്തിൽ വന്നെത്തും. സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. സന്താനങ്ങൾക്ക് ശ്രേയസ് വർദ്ധിക്കും. തൊഴിൽ രംഗം പുഷ്ടിപ്പെടും. വരുമാനത്തിൽ വർധനവ് ഉണ്ടാകും. സമൂഹത്തിലുള്ള മതിപ്പ് വർദ്ധിക്കുകയും പേരും പെരുമയും ആർജിക്കുകയും ചെയ്യും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്ഥാനമാനങ്ങൾ തിരികെ ലഭിക്കും. വ്യക്തിജീവിതത്തിലും കർമ്മരംഗത്തും വിജയം ഉറപ്പിക്കാനാകും. മുടങ്ങിപ്പോയ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ്. വിദേശത്ത് തൊഴിൽ തേടുന്നവർക്കും ആഗ്രഹം സഫലമാകും. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനുള്ള സാധ്യതയും ഉണ്ട്. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും സമ്മാനങ്ങൾ നേടും. ചൊവ്വ 5-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. സന്താനങ്ങളുടെ നിർബന്ധബുദ്ധി മനക്ലേശത്തിന് കാരണമാകുന്നതാണ്. കുടുംബാംഗങ്ങളോട് കലഹിച്ചേക്കും. ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്വങ്ങളോട് വിമുഖത കാണിക്കും. ബന്ധുവിൻ്റെ ഉപദേശം മനഃപൂർവ്വം കുഴപ്പത്തിലാക്കാൻ വേണ്ടിയാണെന്ന് തോന്നും. പ്രണയം ഗ്രഹാന്തരീക്ഷത്തെ പ്രക്ഷുബ്ധമാക്കും. അപരിചിതരുമായുള്ള സൗഹൃദം ദോഷം ചെയ്തേക്കും. ഉന്നതരുടെ സഹായം വലിയൊരു കൈത്താങ്ങാകും. സഹോദരന്മാരുമായുള്ള അനൈക്യത്തിന് പരിഹാരം സിദ്ധിച്ചേക്കും. തടസ്സപ്പെട്ട സമ്പാദ്യങ്ങൾ അനുഭവയോഗ്യമാകും. സാഹിത്യകാരന്മാർക്ക് അംഗീകാരം തേടിവരും. സഹപ്രവർത്തകരുടെ ദുരാരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. മകയിരം അവസാന പകുതിയും തിരുവാതിരയും പുണർദം മുക്കാൽ ഭാഗവും അടങ്ങിയ മിഥുനക്കൂറുകാർക്ക് ചൊവ്വ 4-ാം ഭാവത്തിലും ശനി 10-ാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത്. വരും വരായികൾ ആലോചിക്കാതെ പല കാര്യങ്ങളും തിടുക്കത്തിൽ നിർവഹിക്കും. കുടുംബത്തിൽ അല്പം സൂര്യക്കേടോ അനൈക്യമോ ഉണ്ടാകും. ആത്മശക്തി ദുർബലമാകും. അതിവൈകാരികതയും ക്ഷോഭവും സൃഷ്ടിക്കും. ലഘുവായ കാര്യങ്ങൾ നേടാൻ പോലും പരിശ്രമങ്ങൾ ആവർത്തിക്കേണ്ടി വരും. വീടോ വാഹനമോ വസ്തുവോ വിൽക്കുന്നവർക്ക് കരുതിയ ലാഭം ലഭിക്കണം എന്നില്ല. സുഹൃത്ത് ബന്ധങ്ങൾ ഗുണം ചെയ്യും എങ്കിലും ചിലപ്പോൾ തിക്താനുഭവങ്ങളും ഉണ്ടായേക്കാം. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും എങ്കിലും ദൂരദിക്കിലേക്ക് സ്ഥലം മാറ്റത്തോടുകൂടി ആയിരിക്കും. മാതാവിൻ്റെ ആരോഗ്യ പരിപാലനത്തിൽ അലംഭാവം പാടില്ല. സാഹസങ്ങൾ ഒഴിവാക്കണം. ധനവരവിൽ കുറവ് സംഭവിക്കില്ല. ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒട്ടൊക്കെ പരിഹരിക്കാൻ ആകും. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം വന്നു ചേരും. അതിരുതർക്കവും അയൽക്കാരുമായുള്ള വഴക്കുകളും ഉണ്ടായേക്കാം. വിവാഹകാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകില്ല. അകാരണമായ ദേഷ്യവും ഭയവും മനസ്സിനെ അലട്ടിയേക്കും. വാഹനം ഉപയോഗത്തിലും ശ്രദ്ധ വേണം. വീടിൻ്റെ അറ്റകുറ്റപ്പണിക്ക് സാധ്യതയുണ്ട്. ദുഷ്ടജന സംസർഗത്തിനും സാധ്യതയുണ്ട്. മാതാവ് വഴിയുള്ള ബന്ധുക്കളുമായുള്ള സഹകരണം കുറയുന്നതായി തോന്നും. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി തർക്കമുണ്ടാകും. ബിസിനസ്സിൽ വിപുലീകരണ ശ്രമം മന്ദഗതിയിൽ ആകുന്നതാണ്. കർമ്മസ്ഥാനത്തെ ശനി ചില നേട്ടങ്ങൾ സമ്മാനിക്കും. പ്രസിദ്ധി ആർജിക്കും. ധാരാളം ധനം വന്നു ചേരും. രാജ്യതുല്യ പദവികൾ അലങ്കരിക്കും. കർമ്മരംഗത്തെ സമ്മർദ്ദങ്ങൾ കുറയും. കർമ്മരംഗം പുഷ്ടിപ്പെടും. പദവിയിൽ ഉയർച്ച ലഭിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞേക്കും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന ആദായ മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അന്യദേശത്ത് പോയി പഠിക്കാൻ അവസരം ലഭിക്കും. ബന്ധങ്ങൾ ദൃഢമായി നിലനിർത്തുന്നതിൽ വിജയിക്കും. തീർത്ഥാടനത്തിനും യോഗമുണ്ട്. തൊഴിൽ മേഖലയിൽ നഷ്ടപ്പെട്ട അവസരങ്ങൾ തിരികെ ലഭിക്കും. തൊഴിൽ സംബന്ധമായി പല യാത്രകളും വേണ്ടിവരും. കുടുംബാംഗങ്ങളുടെ ഇടയിൽ പരസ്പര വിശ്വാസം വർദ്ധിക്കും. കർമ്മരംഗത്ത് സ്ഥാനചലനം, സഹപ്രവർത്തകരുടെ നിസ്സഹകരണം, ചതി എന്നിവ ഉണ്ടാകാം.
സർക്കാരിൽ നിന്നോ ഉന്നതരിൽ നിന്നോ പലതരം ഉപദ്രവങ്ങൾ പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സമാധാനം കുറയും. അനുകൂല ദിക്കിലേക്ക് സ്ഥലം മാറ്റം ഉണ്ടാകണം എന്നില്ല. പ്രൊമോഷൻ, വേതന വർധനവ് എന്നിവയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ്. സംഘടനാ പ്രവർത്തനം മനഃശാന്തി നഷ്ടമാകാൻ കാരണമായേക്കും. രാഷ്ട്രീയ വിരോധികൾ കരുത്താർജിക്കും. ലക്ഷ്യത്തിലെത്താൻ കൂടുതൽ ഊർജം ചെലവാകും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആവർത്തിച്ചുകൊണ്ടിരിക്കും. പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടക കൂറുകാർക്ക് ചൊവ്വ അനുകൂല ഭാവമായ 3-ാം ഭാവത്തിലും ശനി ഭാഗ്യസ്ഥാനത്തുമാണ് സഞ്ചരിക്കുന്നത്. ശാരീരിക ശക്തിയും മനഃശക്തിയും വർദ്ധിക്കും. ചെറിയ പരിശ്രമത്തിലൂടെ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കും. സംഘടനകളിൽ നേതൃപദവി ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് പദവിയിൽ ഉയർച്ചയുണ്ടാകും. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കാനാകും. മുൻപ് ലഭിക്കാത്ത പിന്തുണയും സഹകരണവും പല കോണുകളിൽ നിന്നും വന്നെത്തും. സാമൂഹികമായ അംഗീകാരമുണ്ടാകും. അവിവാഹിതർക്ക് വിവാഹ സാധ്യതയുണ്ട്. പിണങ്ങിക്കഴിയുന്ന മിത്രങ്ങളുമായി ഇണക്കത്തിലാകും. വ്യാപാരികൾക്ക് ഇടപാടുകളിൽ ലാഭം വർദ്ധിക്കും. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തടസ്സമില്ലാതെ നടന്നു കിട്ടും. തൊഴിൽ മേഖലയിൽ വരുമാനം വർദ്ധിക്കുന്നതാണ്. ആജ്ഞാശക്തിയും ക്രിയാശക്തിയും വർദ്ധിക്കും. ദുർഘട പ്രശ്നങ്ങളെ കുരുക്കഴിച്ച് മുന്നേറുവാൻ കഴിയും. സമൂഹത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. ഗവേഷണ രംഗത്തെ നൈപുണ്യം പ്രശംസിക്കപ്പെടും. ഗാർഹിക ജീവിതത്തിൽ സുഖവും സംതൃപ്തിയും ലഭിക്കും. പല വഴികളിലൂടെ വരുമാനം വന്നെത്തുന്നതാണ്. ഭാവിക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. സഹോദരങ്ങളുടെ സഹകരണവും കുടുംബത്തിൻ്റെ പിന്തുണയും ലഭിക്കും. ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം വർദ്ധിക്കും. പൊതുപ്രവർത്തനത്തിലെ അജീയത തുടരും. കിടപ്പ് രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും. ഗൃഹനിർമ്മാണത്തിന് ആവശ്യമായ ധനം സ്വരൂപിക്കുവാൻ സാധിക്കുന്നതാണ്. ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കും. ഭൂമി വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും. ഭാഗ്യസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്നതിനാൽ ഭാഗ്യാനുഭവങ്ങൾക്ക് മങ്ങലുണ്ടാകും. ധർമ്മതൽപരതയും മതവിശ്വാസവും കുറയും. നീചസ്വഭാവവും അത്യാഗ്രഹവും പ്രകടമാകും. പിതൃസ്വത്തിൽ നിന്നും വരുമാനം ലഭിച്ചേക്കും. പിതാവിൽ നിന്ന് പ്രതികൂല അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ചെയ്യുന്ന തൊഴിലിൽ നിന്നും അല്ലാതെയും ചില വരുമാനമാർഗം തുറന്നു കിട്ടും. ശത്രുക്കളുടെ നീക്കങ്ങൾ മുളയിലെ നുള്ളുവാൻ കഴിയും. വ്യാപാരരംഗം വിപുലീകരിക്കുവാൻ സാധിക്കും. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്വം വന്നു ചേർന്നേക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധയുണ്ടാകും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വിജ്ഞാന സമ്പാദനത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങും. മാറാവ്യാധികളിൽ നിന്ന് മോചനം ലഭിക്കും. വ്യവഹാരങ്ങൾക്ക് അനുരഞ്ജനത്തിലുള്ള വഴികൾ തുറക്കപ്പെടും. സാമ്പത്തിക ബാധ്യതകൾക്ക് പരിഹാരം ആകും. ദൂരയാത്രകൾക്കോ വിദേശയാത്രയ്ക്കോ അവസരം ഉണ്ടാകും. മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗവും അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് ചൊവ്വ 2-ാം ഭാവത്തിലും ശനി അഷ്ടമത്തിലും സഞ്ചരിക്കുന്നു. ധനം, കുടുംബം, വാക്ക് ഇവയൊക്കെ 2-ാം ഭാവത്തെ സൂചിപ്പിക്കുന്നു. സാമ്പത്തികമായി തിരക്കേടില്ലാത്ത വളർച്ച വന്നെത്തുന്നതാണ്. അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. പൂർവിക ധനം കൈവശം വരികയും അനുഭവയോഗ്യമാവുകയും ചെയ്യും. ഉദ്യോഗത്തിനായുള്ള പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും തിളങ്ങുവാൻ കഴിയും. വരുമാനത്തിനുള്ള പുതിയ വഴികൾ തുറന്നു കിട്ടിയേക്കും. മുതിർന്നവരുടെയും സഹോദരങ്ങളുടെയും സഹായം ലഭിക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും പഠനത്തിലും പ്രബന്ധരചനയിലും തടസ്സങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. സംഭാഷണത്തിൽ പാരുഷ്യം നിറയുകയും തന്മൂലം കലഹം ഉണ്ടാകുവാനുള്ള സാധ്യതയും ഉണ്ട്. കുടുംബ ബന്ധങ്ങളിൽ സാമാന്യം സംതൃപ്തി ഉണ്ടാകും. പിണങ്ങിക്കഴിയുന്നവരെ ഇണക്കുവാനുള്ള ശ്രമം പരാജയപ്പെടും. ENT വിഭാഗത്തിൽപ്പെടുന്ന അസുഖങ്ങൾ പിടിപെട്ടേക്കാം. പണം വന്നു ചേരും എങ്കിലും ദൂരത്തിനുള്ള സാധ്യതയും ഉണ്ട്. കുടുംബസൗഖ്യം സമ്മിശ്രമായിരിക്കും. ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കും. തസ്കര ശല്യത്തിനും സാധ്യതയുണ്ട്. ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറയാൻ മടി കാണിക്കില്ല. ബിസിനസ്സിൽ പുരോഗതി ദൃശ്യമാകുന്നതാണ്. ഗൃഹനിർമ്മാണം ഒരുവിധം പൂർത്തിയാക്കുവാൻ കഴിയും.
മുതിർന്നവരുടെയും സഹോദരങ്ങളുടെയും സഹായം ലഭിക്കും. അഗ്നി, വൈദ്യുതി, വാഹനം, ആയുധം എന്നിവ ഉപയോഗിക്കുന്നതിൽ കരുതൽ വേണം. 8ാം ഭാവത്തിലെ ശനി ദോഷാനുഭവങ്ങൾ ആയിരിക്കും സമ്മാനിക്കുന്നത്. ആയുസ്സിന് ദോഷം വരുന്ന കർമ്മങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കണം. സാഹസികത പാടില്ല. രോഗദുരിതം മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. സ്നേഹിതന്മാരിൽ നിന്നും അപമാനം നേരിടാം. രോഗാവസ്ഥയ്ക്ക് ചികിത്സ ലഭ്യമാകും. തൊഴിലിൽ നവീകരണത്തിന് പ്രബലരുടെ പിന്തുണ വന്നുചേരും. സന്താനങ്ങൾക്ക് അന്യദേശത്ത് പഠനത്തിനുള്ള സാഹചര്യം ഉണ്ടാകും. അന്യദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് കാര്യങ്ങൾ ആശാവഹമാകും. വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. ഭൂമി സംബന്ധിച്ച ക്രയവിക്രയങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. പിരിഞ്ഞിരിക്കുന്ന ദമ്പതിമാർക്ക് ഒരുമിക്കാനുള്ള സാഹചര്യം ഒരുങ്ങും. ഉദ്യോഗസ്ഥർക്ക് അർഹിക്കുന്ന പദവി ലഭിക്കണമെന്നില്ല. സംരംഭങ്ങൾ നഷ്ടം വരാതിരിക്കാൻ നിരന്തര പ്രയത്നം ആവശ്യമാവും. വ്യക്തിപരമായും കരുതൽ വേണം. അകാരണമായ പേടി, മൃത്യുഭയം, ആകസ്മിക പരാജയം, ഉറ്റവരുടെ വേർപാടുകൾ, വാഹനാപകടം, കടക്കിണി എന്നിവയൊക്കെയും കരുതിയിരിക്കണം. ഉത്രം 3/4 ഭാഗവും അത്തവും ചിത്ര ആദ്യ പകുതിയും അടങ്ങിയ കന്നിക്കൂറുകാർക്ക് ചൊവ്വ ജന്മരാശിയിലും ശനി 7ാം ഭാവത്തിലും സഞ്ചരിക്കുന്നു. ഗുണാനുഭവങ്ങൾ കുറയും. ചെറിയ ലാഭം നേടാൻ അത്യധ്വാനം വേണ്ടിവരും. അലസതയുണ്ടാകുകയും തൊഴിലിനോട് ആഭിമുഖ്യം കുറയുകയും ചെയ്യും. ഉപജാപസംഘം പിടിമുറുക്കും. പ്രതിരോധം ദുർബലമായേക്കും. തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ ഇടയുണ്ട്. ആത്മസംയമനം അനിവാര്യമാണ്. കുടുംബ ബന്ധങ്ങൾ ഒലയാതിരിക്കാൻ വിട്ടുവീഴ്ച വേണ്ടി വരുന്നതാണ്. മിതവ്യയം പുലർത്തണം. പ്രതികരണം വൈകാരികമായിട്ടായിരിക്കും. പെട്ടെന്ന് ശോഭിക്കുന്ന പ്രവണത കൂടുതലായിരിക്കും. വ്യക്തിജീവിതത്തിലും കർമ്മരംഗത്തും സമ്മർദ്ദം അനുഭവപ്പെടും. പൊതുപ്രവർത്തകർക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരും. പ്രതീക്ഷിച്ച നേട്ടങ്ങൾ കൈവിട്ടു പോകുന്നത് പോലെ തോന്നും. പരീക്ഷകളിലും അഭിമുഖങ്ങളിലും പ്രതീക്ഷിച്ച വിധത്തിലുള്ള നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞേക്കില്ല. അപവാദങ്ങളെ പ്രതിരോധിക്കേണ്ടതായി വരും. പ്രണയികൾക്ക് അവസരം അനുകൂലമല്ല. ദാമ്പത്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ അലംഭാവം പാടില്ല. യാത്രകൾ കൊണ്ട് പ്രയോജനം കുറയും. തൊഴിൽ അന്വേഷകർക്ക് അല്പം കാത്തിരിക്കേണ്ടി വരും. 7ാം ഭാവത്തിലെ ശനിയുടെ ദോഷങ്ങളെ 6ലെ രാഹു പ്രതിരോധിക്കുന്നതാണ്. കാര്യകർമ്മങ്ങളിൽ ഭീരുത്വം പ്രകടമാകും. കളത്രവുമായി പിരിഞ്ഞു നിന്നേക്കാം. ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. നീചജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും. അത്യാഗ്രഹം പ്രകടമാകും. കച്ചവട കാര്യങ്ങൾക്ക് വായ്പ ലഭിക്കും. ചൂതുകളിലോ ലോട്ടറിയിലോ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. ദിവസവേതനക്കാർക്ക് കരാർ പുതുക്കി ലഭിക്കും. വിദേശത്ത് പഠനത്തിനോ ജോലിക്കോ ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. ആരോഗ്യ വിഷയത്തിൽ ശ്രദ്ധ വേണം. പ്രണയത്തിൽ വിഘ്നമോ പ്രണയ സാഫല്യത്തിന് തടസ്സമോ ഉണ്ടാകാം. അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ ശുഭതീരുമാനം നീണ്ടുപോകും. ദാമ്പത്യ ജീവിതത്തിൽ അനുരഞ്ജനം കുറയുവാനും കലഹബുദ്ധി വളരാനും ഇടയുണ്ട്. പങ്കാളിത്ത ബിസിനസ്സുകളിൽ പങ്കാളികൾക്ക് പരസ്പര വിശ്വാസം കുറയുന്നതാണ്. അന്യദേശത്ത് കഴിയുന്നവർക്ക് തൊഴിലിൽ വിചാരിച്ചത്ര മെച്ചം ഉണ്ടാകണമെന്നില്ല. സഹവസിക്കുന്നവരോടും സഹപ്രവർത്തകരോടും വിരോധമോ അകൽച്ചയോ ഉണ്ടാകും. ദിവസവേതനക്കാർക്ക് കരാർ പണികൾ പുതുക്കി ലഭിക്കും. വീട് മാറുവാനോ പുതിയ വീട് വാങ്ങുവാനോ അവസരം ഉണ്ടാകും. ചിത്തിര 2ാം പകുതിയും ചോദ്യം വിശാഖ 3/4 ഭാഗവും അടങ്ങിയ തുലാക്കൂറുകാർക്ക് ചൊവ്വ 12ാം ഭാവത്തിലും ശനി 6ാം ഭാവത്തിലും സഞ്ചരിക്കുന്നു. 6ാം ഭാവത്തിലെ ശനി ഇഷ്ടഭാവത്തിൽ ആയതുകൊണ്ട് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. ഐശ്വര്യം വർദ്ധിക്കും. ധനം പല വഴികളിലൂടെ വന്നുചേരും. ഭോജനസുഖം ലഭിക്കും. ശത്രുക്കളുടെ ശല്യം ഇടയ്ക്കിടെ ഉണ്ടായാലും അവയൊക്കെ മറികടക്കും. തൊഴിലിലെ ആലസ്യം മാറും. നവോന്മേഷം സംജാതമാകും. വ്യാപാരികളുടെ കെട്ടിക്കിടക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിറ്റഴിക്കുവാൻ അവസരം ഉണ്ടാകും. സാമ്പത്തിക ദുരിതത്തിന് ആശ്വാസം വന്നെത്തുന്നതാണ്. രോഗാരിഷ്ടതകളിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഉചിതമായ ചികിത്സ ലഭിക്കും. അന്യദേശത്ത് പല കാരണങ്ങളാൽ
നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ വിഷമിക്കുന്നവർക്ക് പ്രസ്തുത ക്ലേശത്തിന് പരിഹാരമാകും. മുടങ്ങിക്കിടക്കുന്ന വീട് പണി തുടരാനും സന്ദർഭം അനുകൂലമാണ്. സന്താനങ്ങളുടെ കാര്യത്തിലുള്ള ഉത്കണ്ഠകൾക്ക് പരിഹാരമാകും. ചിട്ടി, ലോട്ടറി, ഊഹക്കച്ചവടം എന്നിവയിലൂടെ നേട്ടം ഉണ്ടാകും. മത്സര പരീക്ഷകളിലും വിജയിക്കും. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്നത് പലതും സഫലമാകും. കോടതി വ്യവഹാരങ്ങളിൽ അനുകൂല വിധി ഉണ്ടാകും. ചൊവ്വ 12ാം ഭാവത്തിൽ ആയതിനാൽ കാര്യസാധ്യത്തിന് കൂടുതൽ ഊർജവും സമയവും ചെലവഴിക്കേണ്ടി വരുന്നതാണ്. നേട്ടങ്ങൾ നിലനിർത്തുക എന്നത് ദുഷ്കരമാകും. തൊഴിൽപരമായി സംതൃപ്തി കുറയുന്നതായിരിക്കും. ഉദ്യോഗസ്ഥർക്ക് അന്യനാട്ടിലേക്ക് സ്ഥലം മാറ്റം ഉണ്ടാകും. ബന്ധുക്കളുടെ തർക്കം പരിഹരിക്കാൻ ശ്രമിച്ച് ദുഷ്കീർത്തി വരുന്നതാണ്. വസ്തു വിൽപ്പനയിൽ നഷ്ടം സംഭവിക്കാം. സുഹൃത്തുക്കളിൽ നിന്നും മോശം പെരുമാറ്റം ഉണ്ടാവാൻ ഇടയുണ്ട്. വളർത്തുമൃഗങ്ങളാൽ ക്ലേശങ്ങൾ അനുഭവപ്പെടും. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് പ്രതീക്ഷിച്ചിരുന്നതുപോലെ നാട്ടിലെത്താൻ കഴിഞ്ഞേക്കില്ല. അവിചാരിതമായ ചെലവുകളും വന്നുചേരും. കുറച്ചൊക്കെ പാഴ്ചെലവുകളും ഉണ്ടാകും. യാത്രകൾ കൊണ്ട് പ്രയോജനം കുറയും. ശരീരക്ഷീണം അനുഭവപ്പെടുന്നതാണ്. ചിലർക്ക് വീട് വിട്ട് നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം. അന്യദേശവാസത്തിനും യോഗമുണ്ട്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും. വിവാഹകാര്യത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് ജോലിയിൽ ഉയർച്ച ലഭിക്കും. വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ചികക്കൂറുകാർക്ക് ചൊവ്വ 11ാം ഭാവത്തിലും ശനി 5ാം ഭാവത്തിലും ആണ് സഞ്ചരിക്കുന്നത്. ചൊവ്വയുടെ 11ാം ഭാവത്തിലെ സഞ്ചാരം മൂലം കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. ജീവിതത്തിന് ലക്ഷ്യബോധം കൈവരും. കർമ്മരംഗത്തെ വളർച്ച പ്രകടമാകും. സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കുകയും അതിലൂടെ അംഗീകാരവും കീർത്തിയും നേടുവാൻ സാധിക്കുന്നതാണ്. ശത്രുക്കളെ പരാജയപ്പെടുത്തും. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയം വരിക്കും. തൊഴിൽ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. സ്വയം തൊഴിൽ മേഖലയിൽ ധനവരവ് കൂടുന്നതാണ്. സംഘടനകളിൽ നേതൃപദവി ലഭിക്കും. ഗൃഹോപകരണങ്ങളും ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങും. ഗൃഹനിർമ്മാണം സാമ്പത്തിക ക്ലേശങ്ങൾ മറികടന്ന് പുരോഗമിക്കും. ആരോഗ്യരംഗം തൃപ്തികരമായിരിക്കും. മനസ്സമാധാനവും സന്തോഷവും ലഭിക്കും. സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ചയുണ്ടാകും. പലതരം ഭാഗ്യാനുഭവങ്ങൾ ആകും കൈവരിക്കുവാൻ സാധിക്കുക. കുടുംബാന്തരീക്ഷം ഐശ്വര്യപൂർണ്ണമാകും. തൊഴിൽ മേഖലയിൽ അംഗീകാരം വർദ്ധിക്കും. സംരംഭങ്ങളിൽ നിന്നും ആദായമുണ്ടാകും. വസ്തു, വാഹനം ഇവ വാങ്ങുവാനുള്ള ശ്രമം വിജയത്തിലെത്തും. കടബാധ്യതകളാൽ വലയുന്നവർക്ക് അതിൽ നിന്നുള്ള മോചനത്തിനുള്ള വഴി തെളിയുന്നതാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ മികവ് പുലർത്തും. സഹോദര സ്നേഹം വർദ്ധിക്കും. സ്ഥാനമാനങ്ങൾ തേടി വരും. ദേഹസുഖവും ഭോഗസുഖവും പ്രതീക്ഷിക്കാവുന്നതാണ്. അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ ശുഭതീരുമാനമാകും. പ്രണയികൾക്ക് ആഹ്ലാദിക്കാനാകും. ദാമ്പത്യത്തിൽ ഐക്യം ദൃഢമാകും. പിണങ്ങി നിന്ന ബന്ധുക്കൾ ഇണക്കത്തിലാകും. കിടപ്പ് രോഗികൾക്ക് ആശ്വാസം ഭവിക്കും. കാത്തിരുന്ന സ്ഥാനമാനങ്ങൾ തേടി വരുന്നതായിരിക്കും. 5ാം ഭാവത്തിലെ ശനിയുടെ സഞ്ചാരം മൂലം കുടുംബസുഖത്തിന് ഭംഗം, ഉപാസനകളിലെ തടസ്സം എന്നിവ സംഭവിക്കാം. ചെറിയ സംരംഭങ്ങളും കരാർ പണികളും ഗുണം ചെയ്തേക്കും. തൊഴിൽ തേടുന്നവർക്ക് ജോലി ലഭിക്കുന്നതാണ്. ചിലപ്പോൾ അത് പ്രതീക്ഷിച്ച ജോലി ആയിരിക്കണമെന്നില്ല എന്നു മാത്രമല്ല, ജോലി ലഭിക്കുന്നത് ദൂരദിക്കിൽ ആയെന്നും വരാം. വീട് പണി പൂർത്തിയാക്കുന്നതാണ്. കടബാധ്യത തീർക്കാൻ ചില അവസരങ്ങൾ ലഭിക്കും. കുടുംബാംഗങ്ങളുടെ പിന്തുണ പല കാര്യത്തിലും ഭാഗികമായിരിക്കും. മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടും. ദൈനംദിന കാര്യങ്ങൾക്ക് മുടക്കം വരില്ല. കർമ്മരംഗത്തും തൊഴിൽ മേഖലയിലും തടസ്സങ്ങൾ നേരിടില്ല. സന്താനങ്ങളുടെ കാര്യത്തിൽ ആകുലതകൾ അനുഭവപ്പെട്ടേക്കാം. സാമ്പത്തികമായ പ്രതിസന്ധികൾക്ക് കുറേയൊക്കെ പരിഹാരമാകും. തൊഴിലിൽ നിന്നും ആദായം കൂടും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിൽ അനുരഞ്ജനം സാധ്യമാകും. കച്ചവടക്കാർക്ക് വായ്പ തിരിച്ചടവ് സാധ്യമാകും. പുതിയ വാഹനം വാങ്ങുവാൻ കഴിയുന്നതാണ്. സർഗാത്മകമായ കഴിവുകളിൽ പുരോഗതി ഉണ്ടാകും. കലാകാരന്മാർക്ക് അവസരങ്ങൾ ലഭിക്കും. ഈശ്വരവിശ്വാസത്തിലും
ആധ്യാത്മിക കാര്യങ്ങളിലും താൽപ്പര്യം വർദ്ധിക്കും. വളരെ നാളായി സന്തതികൾ ഇല്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താനഭാഗ്യം ലഭിക്കും. മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവും അടങ്ങിയ ധനുക്കൂറുകാർക്ക് ചൊവ്വ 10-ാം ഭാവത്തിലും ശനി 4-ാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ചൊവ്വ 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വ്യക്തിപരമായും കർമ്മപരമായും സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരുന്നതാണ്. കഠിനാധ്വാനം വർദ്ധിക്കും. വീഴ്ച മൂലമോ അപകടം മൂലമോ മുറിവിനുള്ള സാധ്യതയുണ്ട്. അപ്രസക്തമായ കാര്യങ്ങൾക്കായി ഊർജവും സമയവും ചെലവഴിക്കും. ചെറിയ നേട്ടങ്ങൾക്ക് കൂടുതൽ അധ്വാനിക്കേണ്ട സ്ഥിതിയാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറ്റം കുറയും. പ്രണയത്തിൽ തിരിച്ചടി നേരിട്ടേക്കാം. പങ്കാളിത്ത ബിസിനസ് ഗുണം ചെയ്യില്ല. ദാമ്പത്യത്തിൽ വിട്ടുവീഴ്ച അനിവാര്യമാകും. ഒട്ടും താല്പര്യമില്ലാത്ത ദൗത്യങ്ങൾ നിർവഹിക്കാൻ ബാധ്യസ്ഥരാകും. വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് യാത്ര നീട്ടിവെക്കേണ്ടി വരും. യാത്ര നടന്നാൽ തന്നെ വിസ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. വസ്ത്രം, പാരിതോഷികം എന്നിവ ലഭിക്കാനും സാധ്യതയുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജനസ്വാധീനം കുറയുന്നതായി തോന്നും. സ്വന്തം കാര്യം വിസ്മരിച്ചും അന്യർക്കായി പ്രവർത്തിക്കും. സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് കാത്തിരിക്കേണ്ടി വരും. വീട് മാറ്റത്തിന് സാധ്യതയുണ്ട്. ആരോഗ്യപരമായി ജാഗ്രത വേണം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും. 4-ാം ഭാവത്തിലെ ശനി വൈകാരിക ഭാവങ്ങളെ പല വിധത്തിൽ സ്വാധീനിച്ചേക്കും. അമ്മ, അമ്മാവൻ, ഭാഗിനേയൻ, ബന്ധുക്കൾ, വീട്, വാഹനം, വസ്തു, ഇരിപ്പിടം, സുഹൃത്തുക്കൾ, കുടുംബക്ഷേത്രം, തറവാട് എന്നിവയെ സംബന്ധിച്ച് പലതരം പരാതികൾ, ക്ലേശങ്ങൾ, കഷ്ടനഷ്ടങ്ങൾ എന്നിവയെല്ലാം ഏറിയും കുറഞ്ഞും അനുഭവപ്പെടും. വാഹനങ്ങൾക്കും വീടിനും അറ്റകുറ്റപ്പണി വേണ്ടിവരും. ബന്ധുക്കൾ പിണങ്ങാൻ ഇടയുണ്ട്. പൊതുവെ ശുഷ്കാന്തി കുറയുന്നതാണ്. കുടുംബത്തിൽ പലതരം പ്രശ്നങ്ങൾ തലപൊക്കിയേക്കും. ഉന്നത വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ നേരിടും. പുലർത്തിക്കൊണ്ടിരുന്ന ആചാരങ്ങളിൽ അലസത ഉണ്ടാകും. ഉപയോഗത്തിലിരുന്ന വാഹനം വാങ്ങിയേക്കും. 4-ാം ഭാവത്തിലെ ശനിയുടെ ദോഷം 3-ാം ഭാവത്തിലെ രാഹു പ്രതിരോധിക്കുന്നതാണ്. കർമ്മരംഗത്തും മുഖ്യമായും ഗുണം അനുഭവപ്പെടും. ജോലിയിലെ ആയാസവും സമ്മർദ്ദവും കുറയുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കാം. പുതിയ വാഹനം വാങ്ങുവാനുള്ള ശ്രമം വിജയിച്ചേക്കും. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ മാറ്റം ഭവിക്കുന്നതാണ്. അയൽ വഴക്കുകൾ പരിഹൃതമാകും. വരവിൽ വർധനവുണ്ടാകും. ജീവിത നിലവാരം മെച്ചപ്പെടും. നല്ല കാര്യങ്ങൾക്ക് ചെലവും വന്നേക്കാം. ഉത്രാടം 3/4 ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയും അടങ്ങിയ മകരക്കൂറുകാർക്ക് ചൊവ്വ 9-ാം ഭാവത്തിലും ശനി 3-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നു. ഇഷ്ടസ്ഥാനമായ 3-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ ഗുണഫല ദാതാവായി കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതാണ്. രാജ്യതുല്യ പദവി അലങ്കരിക്കുവാൻ ആകും. ബുദ്ധിപരമായി കർമ്മങ്ങളിൽ ഏർപ്പെടും. വ്യവഹാരങ്ങളിലും മത്സരങ്ങളിലും വിജയിക്കും. ധനവും ഐശ്വര്യവും ധാരാളം വന്നുചേരും. എതിരാളികളെ ഉന്മൂലനം ചെയ്യും. ജീവിതത്തിൽ വ്യതിയാനം സംഭവിക്കാം. രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ എതിർപ്പിനെ അനായാസം മറികടക്കും. ഭാഗ്യമില്ലായ്മ കൊണ്ട് തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങൾ നിറവേറുവാൻ സാധിക്കും. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും. ഉന്നതരുടെ പിന്തുണയും സഹായവും സഹകരണവും അനുഭവത്തിലെത്തും. ശാരീരികവും മാനസികമായ ബലം തിരികെ കിട്ടും. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. മംഗളാനുഭവങ്ങൾ ഉണ്ടാകും. സഹോദരന്മാരുടെ സഹകരണം ലഭിക്കും. അയൽ വഴക്കുകൾക്ക് പരിഹാരമാകും. വിദ്യാർത്ഥികൾ മത്സരത്തിൽ വിജയം ഉറപ്പാക്കും. കുടുംബ അംഗങ്ങളോടൊപ്പം വിദേശയാത്ര സാധ്യമാകും. ഭാഗ്യസ്ഥാനത്തെ ചൊവ്വയുടെ സഞ്ചാര നിമിത്തം സ്വതസിദ്ധമായ ഗുണങ്ങൾക്ക് അല്പം മങ്ങൽ ഏൽക്കുന്നതായി തോന്നും. അർഹതയുണ്ടെങ്കിലും വീട്ടിലും പുറത്തും തൊഴിലിടത്തിലും അംഗീകാരം കിട്ടിയേക്കില്ല. ചെറിയ പരിമിതികളെ ഊതിപ്പെരുപ്പിച്ച് കാണിക്കാൻ ശത്രുക്കൾ ശ്രമിക്കുന്നതാണ്. യുവജനങ്ങളുടെ വിവാഹ ആലോചനകൾക്ക് തടസ്സം ഉണ്ടാവും. പിതാവിൻ്റെ സ്വത്തിന്മേൽ തർക്കത്തിനിടയുണ്ട്. പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. പഴയ കടബാധ്യതകൾ തലവേദന സൃഷ്ടിക്കുന്നതാണ്. ദൈവിക സമർപ്പണങ്ങൾക്ക് തടസ്സം സംഭവിക്കാം. വിദേശയാത്രയ്ക്കുള്ള അവസരം ലഭിച്ചേക്കാം. ബിസിനസ് രംഗത്ത് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്.
മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. വിദേശത്തുള്ളവരിൽ നിന്ന് സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആത്മീയ യാത്രകൾക്ക് അവസരങ്ങൾ ഉണ്ടാകും. വിയർപ്പൊഴുക്കി നേടിയ വിജയത്തിന് തിളക്കം കുറവായി തോന്നും. രക്തസമ്മർദ്ദം ഉള്ളവർക്ക് കൂടുതൽ കരുതൽ വേണം. അവിട്ടം അവസാന പകുതിയും ചതയും പൂരൂരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങിയ കുംഭക്കൂറുകാർക്ക് ചൊവ്വ അനിഷ്ടസ്ഥാനമായ അഷ്ടമത്തിലും ശനി 2-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നു. 8-ാമിടം ചൊവ്വയ്ക്ക് കാഠിന്യം ഏറ്റവും കൂടുതൽ വരുന്ന ഭാവങ്ങളിൽ ഒന്നാണ്. താൽക്കാലികമായ ചില ക്ലേശങ്ങൾക്ക് കാരണമായേക്കാം. ശത്രുക്കളുടെ ഭാഗത്തുനിന്നും ഭീഷണികൾ നേരിടേണ്ടി വരും. രക്തസമ്മർദ്ദാദി രോഗങ്ങൾ വർദ്ധിക്കാൻ ഇടയുണ്ട്. ഭൂമി സംബന്ധിച്ച തർക്കങ്ങൾക്കോ വ്യവഹാരങ്ങൾക്കോ സാധ്യത കാണുന്നുണ്ട്. എന്നാൽ കൃഷിയിലും കച്ചവടത്തിലും ലാഭമുണ്ടാകും. ചടുലമായ നീക്കങ്ങളിലൂടെ നേട്ടങ്ങൾ കൈവരിക്കും. ഇൻഷുറൻസ് മുഖേന ലഭിക്കാനുള്ള പണം ലഭിക്കും. അകാരണമായ ഒരു ഭയം മനസ്സിനെ അലട്ടിയേക്കും. ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കുന്നതായി അനുഭവപ്പെടും. കർമ്മരംഗം ദുർഘടങ്ങൾ നിറഞ്ഞതാകും. സഹോദരങ്ങളുടെ പിന്തുണ കുറയുന്നതായി തോന്നും. മുൻപ് സുലഭമായിരുന്നവ ഇപ്പോൾ ദുർലഭമായി അനുഭവപ്പെടും. വീഴ്ചയ്ക്കോ അപകടത്തിനോ സാധ്യതയുണ്ട്. തൊഴിലിടത്തിൽ സൂര്യക്കേടുകൾ ഭവിക്കും. ഗൃഹനിർമ്മാണത്തിൻ്റെ വേഗത കുറയും. പണയവസ്തുക്കൾ തിരിച്ചെടുക്കുവാൻ ക്ലേശിക്കും. കായിക മത്സരങ്ങളിൽ കരുത്തു തെളിയിക്കാൻ വിഷമിക്കുന്നതാണ്. വാടക വീട് ഒഴിയേണ്ട സാഹചര്യം വരാം. ഓൺലൈൻ ഇടപാടുകളിൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അഗ്നിയും വൈദ്യുതിയും കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധ വേണം. ശനിയുടെ 2-ാം ഭാവത്തിലെ സഞ്ചാരവും അത്ര അനുകൂലമല്ല. എത്ര സത്യസന്ധരായാലും കള്ളം പറയേണ്ടി വരും. കാപട്യം അറിഞ്ഞോ അറിയാതെയോ പ്രവൃത്തികളിൽ കലരുന്നതാണ്. വാക്ക് വിനയാകാതെ ശ്രദ്ധിക്കണം. ദുർജനങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കും. സ്വതസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയാതെ വിഷമിക്കുന്നതാണ്. ഗാർഹികമായ ചില പ്രശ്നങ്ങൾക്ക് ആശ്വാസം അനുഭവപ്പെടും. ഉത്തരവാദിത്വങ്ങൾ പങ്കിടാൻ മറ്റു ചിലർ മുന്നോട്ട് വരും. വിവാഹ ജീവിതത്തിൽ അപസ്വരങ്ങൾക്ക് സാധ്യതയുണ്ട്. സ്വന്തം സുഖത്തിന് പ്രാധാന്യം കൽപ്പിക്കും. അന്യഭവനത്തിൽ താമസിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. നടക്കാതിരുന്ന പല കാര്യങ്ങളും നടക്കും. വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ്. പുതിയ വീട് പണിയുകയോ വാങ്ങുകയോ ചെയ്യും. ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കും. സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ്. പഠനത്തിനോ ജോലിക്കോ വിദേശത്ത് അവസരം ലഭിക്കും. കിട്ടാനുള്ള ധനം കുറച്ചൊക്കെ വന്നെത്തും. വ്യാപാരികൾക്ക് വരുമാനം വർദ്ധിക്കും. വായ്പകളുടെ തിരിച്ചടവുകൾക്ക് മുടക്കം വരില്ല. കൂട്ടുകച്ചവടത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ കഴിയും. സാമ്പത്തിക രംഗം മോശമാകില്ല. പൂരൂരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതി രേവതിയും അടങ്ങിയ മീനക്കൂറുകാർക്ക് ചൊവ്വ 7-ാം ഭാവത്തിലും ശനി ജന്മരാശിയിലും സഞ്ചരിക്കുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത കുറയും. ഭൂമി വാങ്ങുന്നതിലും വിൽക്കുന്നതിലും തടസ്സങ്ങൾ നേരിടാം. ബിസിനസ് സംബന്ധമായ യാത്രകൾക്ക് ഗുണം കുറയുന്നതാണ്. ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകളിൽ പറയത്തക്ക മെച്ചം ഉണ്ടായേക്കില്ല. പ്രണയകാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടാം. സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി കേസുകളും ദുരാരോപണങ്ങളും ഉയരുന്നതാണ്. മുൻകൂട്ടി തീരുമാനിച്ച തീർത്ഥാടനങ്ങൾ മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ സ്വൈര്യം കുറയും. തൊഴിൽ രംഗത്ത് ആലസ്യം അനുഭവപ്പെടും. വായ്പകൾ വേഗത്തിൽ ലഭിക്കുന്നതാണ്. ബിസിനസ് വിപുലീകരിക്കുവാനുള്ള ശ്രമങ്ങൾ വിജയിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമോ പുതിയ ചുമതലകളോ ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. കൂട്ടുകച്ചവടത്തിൽ നിന്നും ചിലപ്പോൾ പിന്മാറിയേക്കും. യാത്രകളിൽ നിന്നും പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാകണമെന്നില്ല. മറ്റുള്ളവരെ ഉപദേശിക്കാൻ താല്പര്യം കൂടും. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുമതികൾ വൈകും. അവിവാഹിതരുടെ വിവാഹാലോചനകളിൽ തീരുമാനം നീളും. വിദേശ പഠനത്തിന് അവസരം ലഭിക്കും. ജന്മരാശിയിലെ ശനിയുടെ സഞ്ചാര നിമിത്തം ദുശീലന്മാരുമായി കൂട്ടുകെട്ടുണ്ടാകും. അപകർഷതാബോധം മുന്നിട്ട് നിൽക്കും. മനസ്സാക്ഷി മറച്ചുവെച്ച് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യേണ്ടി വരും. മനസ്സവാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ട സ്ഥിതി ഉണ്ടാകും. സുഹൃത്തുക്കൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ നന്നായി ക്ലേശിക്കുന്നതാണ്. ആദിവ്യാധികളെ ചെറുത്തു തോൽപ്പിക്കുക എളുപ്പമാകില്ല.
കർമ്മരംഗത്ത് കൗശലവും ബുദ്ധിയും പ്രകടിപ്പിക്കും. വാഹനം ഉപയോഗിക്കുന്നതിലും ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ വേണം. കേസുകൾക്കോ കോടതി വ്യവഹാരത്തിനോ സാധ്യതയുണ്ട്. കുടുംബ പ്രശ്നങ്ങൾക്ക് ഉചിതമായ പരിഹാരം കണ്ടെത്താൻ കഴിയും. മാനസിക സംഘർഷത്തിന് കുറച്ചൊക്കെ അയവുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് നീതിയും പിന്തുണയും ലഭിച്ചേക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ചെറിയ വരുമാന മാർഗമെങ്കിലും തുറന്ന് കിട്ടാതിരിക്കില്ല. രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടുന്നതാണ്. ഭാവി മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശ്രമം തുടരും. വിദേശവാസ യോഗം ഉണ്ട്. സാമ്പത്തിക നില മോശമാവില്ല. വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക.